ഹായ് എവരിവൺ, അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓൾറെഡി ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള തിയോളൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിൻ്റെ സെൻറ്ററിങ്, ലെവലിംഗ്, ഫോക്കസിങ്, അതായത് ബേസിക് ആയിട്ടുള്ള സെറ്റപ്പിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അറിയാവുന്ന എല്ലാവരും ഒന്നുകൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് പ്രത്യേകിച്ച് തിയോളൈറ്റിനെ പറ്റി അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ പോയിന്റിലാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സെൻറ്റർ ചെയ്യുന്നത്. ഈ പോയിൻറ്റിൻ്റെ മുകളിൽ ട്രൈപോഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ട്രൈപോഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലെഗ് നമ്മൾ ലൂസൺ ചെയ്ത് നമ്മൾ ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ഹൈറ്റ്, അതായത് നമ്മുടെ ചെസ്റ്റ് ലെവലാണ് പറയുന്നത്. ചെസ്റ്റ് ലെവൽ നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ലെഗ് നമ്മൾ ക്ലാമ്പ് ചെയ്യും. ശേഷം നമ്മൾ ഇൻസ്ട്രുമെൻറ്റിന് നമ്മൾ ഈ ലെഗ്സ് എല്ലാം ലൂസൺ ചെയ്ത് എല്ലാ ലെഗ്സും ഒരേ ഹൈറ്റിലാക്കും. ലെഗ്സ് എല്ലാം ഒരേ ഹൈറ്റിലാക്കിയതിന് ശേഷം നമ്മൾ രണ്ട് ലെഗ് നമ്മളെ കയ്യിൽ പിടിച്ചതിന് ശേഷം ഒരു ലെഗ് മുൻപിലോട്ട് വെച്ച് ഇങ്ങനെയാണ് നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് ഒരു പോയിൻറ്റിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നത്. ക്യാപ്പ് അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇതിൻ്റെ ട്രൈപോഡിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ട്രൈപോഡിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെയാണ് തിയോളൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ത്രെഡിൽ ടൈറ്റ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റിനെ ട്രൈപോഡിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തിയോളൈറ്റ് ഒരു സ്റ്റേഷൻ്റെ താഴെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. ഓരോ സ്റ്റേഷനിലും നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് മീൻസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിങ്, ലെവലിംഗ്, പിന്നെ ഫോക്കസിങ്, ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫോക്കസിങ്. തിയോഡലൈറ്റിൽ സെൻറ്ററിങ് എന്താണെന്ന് പഠിക്കാം. അതായത് ഓരോ ഇൻസ്ട്രുമെൻറ്റിനും ഒരു വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്. ആ വെർട്ടിക്കൽ ആക്സിസിൽ താഴെയുള്ള ഗ്രൗണ്ടിലുള്ള ഒരു പോയിൻറ്റിന് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് അലൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലംബോബ് എന്ന് പറയുന്ന ഉപകരണമാണ്. ഇതാണ് പ്ലംബോബ് എന്ന് പറയുന്ന ഉപകരണം. ഇത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൽ ഹാങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഈ ഹൂക്കിലാണ് നമ്മൾ പ്ലംബോബ് തൂക്കിയിടുന്നത്. തൂക്കിയിടുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് കറക്റ്റ് അതിൻ്റെ ഇപ്പോഴത്തെ വെർട്ടിക്കൽ ആക്സിസ് എവിടെയാണെന്ന് നമുക്ക് കാണിച്ചു തരും. അതുവഴി നമുക്ക് ഇനി എങ്ങോട്ട് തിയോഡലൈറ്റിൻ്റെ ലെഗ്സ് മൂവ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കിനി ട്രൈപോഡ് എങ്ങനെ നമുക്ക് ഒരു സ്റ്റേഷൻ്റെ മുകളിൽ സെൻറ്റർ ചെയ്യാൻ നോക്കാം. അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ആ പറയുന്ന സെൻറ്ററിൻ്റെ പോയിൻറ്റിൽ നിന്നും ശകലം മാറിയാണ് നമ്മൾ ആ പ്ലംബോബ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അലൈൻ ചെയ്യണം. അതായത് ഫസ്റ്റ് നമ്മൾ ട്രൈപോഡ് ഉപയോഗിച്ച് നമ്മൾ അലൈൻ ചെയ്ത് വയ്ക്കും. അതിന് ശേഷമാണ് സെൻറ്റർ ഷിഫ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു ലെഗ് നമുക്ക് ചവിട്ടി ഇറുക്കി വയ്ക്കാം. ഒരു ട്രൈപോഡിൻ്റെ ഒരു ലെഗ്. ഇനി നമുക്ക് ബാക്കി രണ്ട് ട്രൈപോഡ് ലെഗും യൂസ് ചെയ്ത് നമുക്ക് ഈ പോയിൻറ്റിൻ്റെ മുകളിൽ അലൈൻ ചെയ്ത് വയ്ക്കാം. ആ ബാക്കി രണ്ട് ലെഗും എടുത്ത് പൊക്കി നമുക്ക് ഈ പ്ലംബോബ് യൂസ് ചെയ്ത് നമുക്കൊരു പോയിൻറ്റിൻ്റെ മുകളിൽ അലൈൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ എത്രമാത്രം മാറിയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ പ്ലംബോബ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോഴത്തെ പൊസിഷൻ മനസ്സിലാവും. അതിനുശേഷം വീണ്ടും നമുക്ക് ലെഗ്സ് അലൈൻ ചെയ്ത് നമുക്ക് ഏകദേശം ആ പോയിൻറ്റിൻ്റെ മുകളിൽ പ്ലംബോബ് തൂക്കിയിടാൻ പറ്റും. പ്ലംബോബ് കുറച്ചുകൂടി താത്തിട്ടുണ്ട്, കാരണം കുറച്ചുകൂടെ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്നു. ഇതിന് ശേഷം നമുക്ക് സെൻറ്റർ ഷിഫ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ കൃത്യമായിട്ട് സെൻറ്റർ ചെയ്യാൻ പറ്റും. സെൻറ്റർ ഷിഫ്റ്റിംഗ് യൂസ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ടും ഈ പോയിൻറ്റിൻ്റെ മുകളിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ സെൻറ്റർ ചെയ്യാൻ കഴിയും.
അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ക്ലാമ്പിംഗ് സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിങ് ഓക്കെ ആയി. സെൻറ്ററിങ് കഴിഞ്ഞു. ഇനി ലെവലിംഗ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ അടുത്ത ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റാണ് ലെവലിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ ബബിൾ ട്യൂബും നമ്മുടെ ഫുഡ് സ്ക്രൂസുമാണ് യൂസ് ചെയ്യുന്നത്. 3 ഫുഡ് സ്ക്രൂസും ഒരു ബബിൾ ട്യൂബുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫുഡ് സ്ക്രൂസിന് പാരലാക്കി നമ്മുടെ ബബിൾ ട്യൂബ് വയ്ക്കണം. അതിനുശേഷം ഈ ഫുഡ് സ്ക്രൂസ് അകത്തേക്കോ പുറത്തേക്കോ തിരിച്ച് നമ്മൾ ലെവൽ ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബബിള് ഇപ്പം വലതുവശത്താണ്. നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കറക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് കറക്കി ഇതിനകത്തുള്ള ബബിളിനെ നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവരുന്നതാണ് ആദ്യം ചെയ്യുന്നത്. ഇങ്ങനെ കറക്കി ഇതിനകത്തുള്ള ബബിള് നമ്മൾ കറക്റ്റായിട്ട് സെൻറ്ററിലെത്തിക്കണം. ഇപ്പോൾ ബബിള് ഇതിന് മുകളിൽ സെൻറ്ററിലായി കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, ഇതിനകത്ത് നമുക്ക് ബബിള് കാണാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും പെർപെൻഡിക്കുലറായിട്ട് ബബിൾ ട്യൂബിനെ വയ്ക്കണം. അതായത് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ ഇങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന് നേരെ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ബബിൾ ട്യൂബിനെ വയ്ക്കണം. അതായത് ഈ ഒരു ലൈനിന് എതിരെ ബബിൾ ട്യൂബിനെ വയ്ക്കണം. അതിനുശേഷം റിമൈനിങ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്ക്രൂവിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അതുപയോഗിച്ച് നമ്മൾ ലെവൽ ചെയ്യണം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ബബിളിരിക്കുന്നത് ഇവിടെയാണ്. ഇനി നമ്മൾ അവശേഷിക്കുന്ന ഈ ഫുഡ് സ്ക്രൂ കറക്കി നമ്മൾ അതിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഏകദേശം ലെവലായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലെവലിംഗ് ചെയ്യുന്നത്. തിയോഡലൈറ്റിൽ ലെവലിംഗ് ചെയ്യുന്നത് 2 ഫുഡ് സ്ക്രൂസിന് പാരലാക്കി ബബിൾ ട്യൂബ് വയ്ക്കുന്നു. അതിനുശേഷം അകത്തേക്കോ പുറത്തേക്കോ തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇരിക്കുന്നതിന് പെർപെൻഡിക്കുലർ, ബബിൾ ട്യൂബ് നേരത്തെ ഇരുന്നതിന് പെർപെൻഡിക്കുലർ വയ്ക്കുന്നു. റിമൈനിങ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്ക്രൂ കറക്കി നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ. അപ്പോൾ ഇങ്ങനെയാണ് ലെവലിംഗ് ചെയ്യുന്നത്. തിയോഡലൈറ്റിൽ ലെവലിംഗ് ചെയ്യുന്നത് 2 ഫുഡ് സ്ക്രൂസിന് പാരലാക്കി ബബിൾ ട്യൂബ് വയ്ക്കുന്നു. അതിനുശേഷം അകത്തേക്കോ പുറത്തേക്കോ തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇരിക്കുന്നതിന് പെർപെൻഡിക്കുലർ, ബബിൾ ട്യൂബ് നേരത്തെ ഇരുന്നതിന് പെർപെൻഡിക്കുലർ വയ്ക്കുന്നു. റിമൈനിങ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്ക്രൂ കറക്കി നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ. ഇനി ഫോക്കസിങ് എന്താണെന്ന് പഠിക്കാം. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ 3ാമത്തതാണ് ഫോക്കസിങ്. അതാണിത്. നമ്മുടെ ഒരു ടെലസ്കോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് പേപ്പർ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഐ പീസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ക്രോസ് ഹെയർ വളരെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ക്രോസ് ഹെയർ ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്ന പൊസിഷൻ വരെ കറക്കുന്നതിനാണ് ഫോക്കസിങ് എന്ന് പറയുന്നത്. ഓരോ കണ്ണിനും ഓരോ പവറായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്രോസ് ഹെയർ വളരെ ക്ലാരിറ്റിയോടെ കാണാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ക്രോസ് ഹെയർ ഉണ്ടെങ്കിൽ മാത്രമേ, ക്രോസ് ഹെയർ ഫോക്കസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോക്കസിങ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നതും ഫോക്കസിങ് എന്നാണ് പറയുന്നത്. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ 3ാമത്തത് ഫോക്കസിങ് ആണെന്ന്. അതായത് ഐ പീസ് ഉപയോഗിച്ച് നമുക്ക് ക്രോസ് ഹെയർ കാണാൻ പറ്റും. ആ ക്രോസ് ഹെയറിലൂടെയാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യുന്നത്. ആ ക്രോസ് ഹെയർ ആണ് നമ്മുടെ മെയിനായിട്ടുള്ള പോയിൻറ്റ്. അതുപയോഗിച്ച് നമുക്ക് ഐ പീസ് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോസ് ഹെയർ കണ്ടുപിടിക്കാം. അതിനുശേഷം ഇതാണ് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്ന സ്ക്രൂ. അത് ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാനായിട്ട് ഈ ഫോക്കസ് സ്ക്രൂ യൂസ് ചെയ്യും. അങ്ങനെയാണ് ഫോക്കസിങ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലുള്ള നിങ്ങളുടെ മേഖലയിലുള്ള നിങ്ങളുടെ തന്നെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ നമ്മുടെ മേഖലകളിൽ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോസ്, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് തയ്യാറാക്കി നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ.